വീട്ടിൽ കൊണ്ടെത്താൻ എനിക്ക് മേലാഞ്ഞിട്ടാ ഇക്കടെ മുക്കിക്കൂടെ ബ്ലഡ് വരും. എനിക്ക് ആരുമില്ല. കരിയോ മരിച്ചു പോയി, ഒരു മകൾ മരിച്ചു പോയി, ഈ ഒരു മകന് ഞാനുള്ളു. പിന്നെ ഇപ്പം മകള് കല്യാണം കഴിച്ച് വന്നു ഈ വെള്ളം ഉണ്ടാക്കി തരും. അത് വേണ്ട, അത് അങ്ങനെ തന്നെ പോകണം, കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം. ഇവിടെ കൊണ്ടെത്തരുന്ന പൈസ എനിക്ക് നിങ്ങൾ നിർത്തലാക്കി അതിനെ കൊന്നേരി എനിക്ക് നടക്കാൻ വയ്യാത്ത ഒരാളാണ്. ഈ 95 പൈസ അമ്മ ബാങ്കിൽ പോയി എടുക്കുവോ? സർക്കാർ അതിനൊരു സമാധാനം പറയും. ഈ അൾസറിൻ്റെ പ്രശ്നമുണ്ട്, വായിൽ എന്തെങ്കിലും ബ്ലഡ് വരുന്ന ഒരു അസുഖമുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ തീർത്ത് നടക്കാൻ മേലാത്ത ഒരവസ്ഥയാണ്. അമ്മയ്ക്ക് വീട്ടിലാണ് കൊണ്ട് പെൻഷൻ കൊണ്ട് കൊടുക്കണം. നമുക്കിപ്പോൾ അമ്മേനെ കൊണ്ട് ബാങ്കിൽ പോയി പൈസ എടുക്കാൻ മേലാത്ത ഒരു നിവൃത്തിയിലാണ്. എൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ പഠിത്തം, എൻ്റെ അമ്മയുടെ കാര്യമെല്ലാം നമ്മൾ തന്നെയാണ് നോക്കുന്നത്. എനിക്കൊരു പണിക്ക് പോലും പോകാൻ മേലാത്ത അവസ്ഥയിലാണ്. ലോട്ടറിയുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ കുറച്ച് നാൾ അതും അങ്ങ് മുടങ്ങിപ്പോയി എനിക്ക്. ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ അവസ്ഥ കാണുന്നുണ്ടല്ലോ. എനിക്ക് നിൽക്കാൻ പോലും മേലെ, നമ്മളാണ് അമ്മേനെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ വീട്ടിൽ തന്നെ കൊണ്ട് കൊടുക്കണം. നടക്കാൻ മേലാത്ത കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് തരും. അന്നേരം പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞായിരുന്നു ഒരു അപേക്ഷ വെക്ക്, നിങ്ങൾക്ക് വീട്ടിൽ പൈസ കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചതാണ്. ഈ കൊണ്ടുതരുന്ന സിസ്റ്റം ഇപ്പം നിർത്തലാക്കാൻ പോവാ സർക്കാർ. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അമ്മയ്ക്ക്? അയ്യോ, എനിക്ക് ആ കൊച്ചു നല്ലൊരു കൊച്ചായിരുന്നു. കൊണ്ടുവന്ന് എനിക്ക് പൈസ വന്ന ഉടനെ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് തരും. കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാണ് ഞാൻ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണതും കുടിക്കണതും ഭക്ഷണത്തിൻ്റെ ഇതിലും ബാക്കിയാതെ ഒക്കെ. നല്ലൊരു കൊച്ചായിരുന്നു ആ കൊച്ച്. എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? അമ്മച്ചിക്ക് 75 വയസ്സുണ്ട്. എന്താ പേര്? ചെല്ലമ്മ, കല്ലുമട ശിവരാമൻ ചെല്ലമ്മ. ഓക്കെ. മരിച്ചു പോയി. എങ്ങനെയാ പെൻഷൻ കിട്ടുന്നത് ഇവിടെ? പെൻഷൻ ക്യാഷ് കിട്ടുന്നത് ആ സമയത്ത് കൊണ്ടുവന്ന് തരുവാണ്. ഇക്കടെ മുക്കിക്കൂടെ ബ്ലഡ് വരും. വീട്ടിൽ കൊണ്ടെത്താൻ എനിക്ക് മേലാഞ്ഞിട്ടാ. വേണ്ടെന്ന് വെച്ചാലും എനിക്ക് അവിടെ വന്നെടുക്കാൻ പറ്റത്തില്ല. അമ്മനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ ഇവിടെ കൊണ്ടെത്താൻ. നേരത്തെ കൂട്ട് അമ്മയ്ക്ക് എങ്ങനെയാ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് കർഷക തൊഴിലാളി പെൻഷന്. ഓക്കെ. എങ്ങനെയാ, ആരാ കൊണ്ടുതരുന്നതും ഒക്കെ? അത് ഈ ഇവിടെ ഒരു മെമ്പറുണ്ട്, വിൽസൺ എന്ന് പറയും. വിൽസന്റെ ഭാര്യ മെമ്പർ എൽസമ്മയാണ് എനിക്ക് കൊണ്ട് തരുന്നത്. എൽസമ്മ എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്. ആ പുള്ളിക്കാരത്തിയാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക്. എത്ര രൂപ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്? ഇപ്പം 2000 രൂപയുണ്ട്. 2000 രൂപയുണ്ട്. ഈ മാസം പൈസ ഇതുവരെ എനിക്ക് കിട്ടിയില്ല. നടക്കാൻ എനിക്ക് ഒട്ടും വയ്യ. എൻ്റെ കാലിൻ്റെ എളിക്ക് വേദന, എൻ്റെ നടുവും മേല, എനിക്ക് നടക്കാൻ മേല. ഇതിവിടെ കൊണ്ടു തരുന്നത് എൻ്റെ സെക്രട്ടറി വിൽസൺ എന്ന് പറഞ്ഞ് ആ സാറാ കൊണ്ട് തരുന്നത്. എനിക്ക് അതിന് നന്ദിയുണ്ട് എനിക്ക്. അതിവിടെ നിർത്തലാക്കിയാൽ ഞങ്ങൾ പാഴായി മരിക്കുകയുള്ളൂ. അത് സത്യ നിർത്തലാക്കരുത്. ഈ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയല്ല എൻ്റെ പെൻഷൻ എൻ്റെ നിർത്തലാക്കാൻ. അമ്മ അവിടെ പോയി എടുക്കാം, അമ്മനെ കൊണ്ട് പറ്റുമോ? അവരിവിടെ കൊണ്ട് തന്നോണ്ടിരിക്കണമല്ലേ? അല്ല, അവിടെ പോയി എടുക്കാൻ പറ്റിയാലാത്തതിനെ കൊണ്ടാണ് അവരിവിടെ കൊണ്ടു തരുന്നത്. അത് നിർത്തലാക്കരുത്. ഇവിടെ കൊണ്ടു തരുന്ന പൈസ എനിക്ക് നിങ്ങൾ നിർത്തലാക്കി അതിനെ കൊന്നേരി എനിക്ക് നടക്കാൻ വയ്യാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കാലിൻ്റെ എളി ഇവിടെ ഒന്ന് പിടിച്ചു കൊടുത്തു. കണ്ടോ, ഇത് നീര കണ്ടോ? പിന്നെ എനിക്ക് അത് കാരണം എനിക്ക് നടക്കാൻ മേല. പിന്നെ ഞാൻ എങ്ങനെ അവിടം വരെ എത്തും? അവിടം വരെ എത്തിയാലെന്നും പറഞ്ഞാണ് അവരിവിടെ കൊണ്ട് തന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ നിർത്തലാക്കുന്നത് ആരാ നിർത്തലാക്കണേ? ഗവൺമെൻറ്റാണോ? അതെ. ഇത് കണ്ടോ, പെര കണ്ടോ? ഈ പെരയ്ക്കകത്താണ് കിടക്കുന്നത്. ഇതൊന്ന് ചൊവ്വാക്കി തരാൻ ഈ ഗവൺമെൻറ് നോക്കിയാൽ നടക്കുകയല്ലേ? അതൊന്നും ചെയ്യല. അമ്മയ്ക്ക് സ്ഥലം പോലും ഇല്ല. ഞാൻ അമ്മയുടെ മകനാ. ഞാൻ അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2000 ഇപ്പോൾ 1600 കിടന്നത് 2000 ആക്കി. ആ പൈസ അവിടെ ആ ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ കിടന്ന് ആ പെണ്ണ് എടുത്തുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ കൊണ്ട് തരുമായിരുന്നു. ഇപ്പോൾ 2000 രൂപ വെച്ച് തരുന്നുണ്ട്. ഈ മാസം പെൻഷൻ കിട്ടിയിട്ടുമില്ല. ഇപ്പൊ നമ്മൾക്ക് വീട്ടിലാ കൊണ്ട് തരുന്നത് പെൻഷൻ. അപ്പൊ അത് നിർത്തലാക്കാൻ പോവാണ് സർക്കാർ. ഇപ്പൊ നമ്മൾ ഇനി അക്കൗണ്ടിൽ പോയി എടുക്കണം, ബാങ്കിൽ പോയി എടുക്കേണ്ട അവസ്ഥ ഇപ്പൊ വരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബാങ്കിൽ പോയി ഈ 95 പൈസ അമ്മ ബാങ്കിൽ പോയി എടുക്കുവോ? സർക്കാർ അതിനൊരു സമാധാനം പറയും. ഇതിന് ഞാൻ എന്നാ ചെയ്യണ്ടേ? ഈ ഇത്രയും പ്രായമായ ഈ അമ്മേനെ ഞാൻ എന്നാ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് അമ്മയ്ക്ക് കിട്ടുന്ന പൈസ അമ്മയ്ക്ക് വീട്ടിൽ തന്നെ കൊണ്ട് കിട്ടണം. അല്ലാതെ ഒരു പരിപാടി എനിക്കും വീട്ടിലോട്ട് ആക്കുവാനായിട്ടുള്ള തീരുമാനമാണ് ഞാനും എൻ്റെ പ്രാണത. അച്ഛന് പെൻഷൻ കിട്ടുന്നുണ്ടോ? ഉണ്ട്. എത്ര രൂപയാണ്? എനിക്ക് 600 രൂപ അവർ തരുന്നുള്ളൂ സർക്കാരിൻ്റെ. പിന്നെ ഞാൻ ചിത്രത്തൊഴിലാളിയായിരുന്നു. എൻ്റെ പെൻഷൻ പൈസ 3500 രൂപ കിട്ടും. അങ്ങനെ എനിക്ക് 4100 രൂപ പെൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത്. എൻ്റെ പേര് ശോഭന.
പെൻഷൻ കിട്ടുന്ന ആളാണ്. എനിക്ക് തീർത്തും വയ്യ. ഞാനിതൊക്കെ മുമ്പൊന്ന് പറഞ്ഞ വീട്ടിൽ കൊണ്ട് തരണം, സംവിധാനം ഉണ്ടാക്കി തരണം, എന്നാലത് നടക്കുകയില്ല എന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. മെമ്പറിൻ്റെ കയ്യിൽ അതിന് എഴുതി കൊടുത്തു വിട്ടത്. അപ്പം അങ്ങനെ നിൽക്കുമോ അത് കാരണം പോയെടുക്കണം. ഇത്തവണത്തെ പോയില്ല, എടുത്തു. എനിക്ക് പനിയായപ്പോൾ കാരണം പോകാൻ പറ്റിയില്ല. അങ്ങനെ നിൽക്കുകയാണ്. വളരെ വിഷമത്തിലാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കാനൊന്നും വയ്യാത്തൊരു കണ്ടീഷനിലാണ്. കുറേ നടന്നു കഴിയുമ്പോൾ തലകറക്കം ഉണ്ടാകും, വീഴും, പ്രഷർ കൂടും, അങ്ങനെ വിഷയമൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അത് വീട്ടിൽ കൊണ്ട് തരുവാണെങ്കിൽ എനിക്കത് വലിയൊരു ഉപകാരമായിരിക്കും. ഇനി മുമ്പോട്ട് വരാനുള്ള സാധ്യത ഇല്ല എനിക്ക്, അതാണ് പറയുന്നത്. പെൻഷൻ മേടിക്കുന്ന ആളാണോ? എങ്ങനെയാ കൊണ്ടുതരുവാണോ? കൊണ്ടുതരുക. ഇപ്പൊ അത് നിർത്തലാക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട് സർക്കാർ. അപ്പൊ എന്താ എനിക്ക് അത് പറ്റിയാലോ വീട്ടിൽ തന്നെ കൊണ്ട് തരണം. വയ്യാത്തതാ, 72 വയസ്സ് കഴിഞ്ഞു എനിക്ക്. അത് വീട്ടിൽ തന്നെ കൊണ്ട് തരണം. അതിനോട് ഞാൻ ചോദിക്കുന്നില്ല പോയി വാങ്ങിക്കാൻ. ഇന്ന് കിട്ടുന്ന അന്ന് മുതൽ വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് അത് മാറ്റേണ്ട കാര്യമില്ല. ഈ പുതിയ സർക്കാർ കയറിയപ്പോഴല്ലേ ഇത് മാറ്റം വന്നത്. അത് വേണ്ട, അത് അങ്ങനെ തന്നെ പോകണം, കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം. ഇപ്പം കാലും കൈയും ഒക്കെ വയ്യ, പോകാൻ നടക്കാൻ പറ്റത്തില്ല. ഇപ്പം ബാങ്ക് വരെ പോകണമെങ്കിൽ ഒരു ഓട്ടോ വിളിക്കണം. ആ ഓട്ടോയ്ക്ക് 50 രൂപ എങ്കിലും കൊടുക്കേണ്ടി വരും. മിനിമം 40 രൂപ കൊടുക്കണം. അത് അങ്ങോട്ടും കൊടുക്കണം, ഇങ്ങോട്ട് വരുമ്പോഴും കൊടുക്കണ്ടേ ബാങ്കിൽ പോകണമെങ്കിൽ. അത് എന്നാൽ പിന്നെ ഇത് വാങ്ങിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ, കിട്ടുന്ന അങ്ങനെ കൊടുത്തു കഴിഞ്ഞ്. അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് തന്നത് വീട്ടിൽ തന്നെ കിട്ടണം. ഇത് അശ്വതി അനിയത്തിയാണ്. പെൻഷൻ ബാങ്കിൽ നിന്നാണ് കിട്ടുന്നത്. അത് വീട്ടിലേക്ക് ആക്കി തന്ന ഉപകാരമായിരിക്കും. എന്ത് പെൻഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ആശ്രിത പെൻഷൻ. ഇപ്പൊ ഇവിടെ കൊണ്ടുതരുവാണെങ്കിൽ, പെൻഷൻ കൊണ്ടുതരുവാണെങ്കിൽ അത് ഉപകാരം ആവത്തില്ലേ? എന്താ അതിനെ കുറിച്ച് പറയാം? നടന്നു കഴിഞ്ഞ് വീണിട്ടാണ്ടകത്ത് ഇപ്പം നാളെ MRI സ്കാൻ എടുക്കേണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്രിയാറ്റിൻ കൂടുതലായിട്ട് ഇവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ആളിനെയൊക്കെ പിന്നെ ബാങ്കിൽ ചെന്ന് പൈസ എടുക്കാൻ പറ്റുമോ? വേണ്ട, മെഡിക്കൽ കോളേജിൽ കിടക്കുക ആൾ. അതുകൊണ്ട് പൈസ ഇവിടെ കൊണ്ട് തന്നെ തരണം. ഈ സർക്കാർ ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ എന്നെ ഇത് ഇങ്ങനെ ചെയ്യണതിൻ്റെ കാര്യം എന്നാ? അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരണം, അല്ലാതെ പറ്റിയല്ല. നമുക്കിങ്ങനെ കൊണ്ട് തരുന്ന നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ നിന്ന് പോകാൻ ആളില്ല. ഒന്നത് എനിക്ക് വയ്യാതൊക്കെ ഇരിക്കുന്ന ആളാണ്. വീട്ടിൽ കൊണ്ട് തരുന്നതാണ് നമുക്കത് ഉപകാരം. ഇപ്പൊ ഈ സർക്കാർ ഇപ്പോൾ ബാങ്കിലോട്ടാക്കാൻ പോവാണ് ഈ ഒരു സിസ്റ്റം. കൊണ്ടുതരുന്ന രീതി അതങ്ങ് നിർത്തലാക്കാൻ പോവാ. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഇവിടെ കൊണ്ടുതന്നെ എനിക്ക് തന്നു പോയതാ. ഇപ്പം തന്നെ നിങ്ങൾ ഒന്ന് വേണ്ടി പോകും. മഴ കാലും കഴിയല്ല. എനിക്ക് ആരുമില്ല. കെട്ടിയോ മരിച്ചു പോയി, ഒരു മകൾ മരിച്ചു പോയി. ഇനി ഒരു മകന് ഞാനും ഉള്ളത്. പിന്നെ ഇപ്പം മകൾ കല്യാണം കഴിച്ചിട്ട് വന്നു വെള്ളം ഉണ്ടാക്കി തരിക. ഇപ്പൊ UDF സർക്കാർ കയറിയതിന് ശേഷം ഈ സാമൂഹ്യ പെൻഷന്റെ ആണെങ്കിൽ വീട്ടിൽ കൊണ്ടു കൊടുക്കുമായിരുന്നല്ലോ. ഇപ്പൊ അത് നിർത്തലാക്കുവാന്നാ പറയുന്നത്. ബാങ്കിൽ പോയി ഇപ്പോൾ ഈ സാധാരണപ്പെട്ട ആൾക്കാർ അവിടെ പോകണമെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്ന് ഇപ്പോൾ 2 മാസമായി. ഈ 2 മാസ കാലയളവിൽ വിവിധങ്ങളായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ CPMൻ്റെ നേതൃത്വത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലൊക്കെ ആകെ ഇപ്പോൾ നമ്മുടെ കല്ലറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മുന്നിലേക്ക് ഒരു മാർച്ച് നടത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന പോലെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഒരു പ്ലാൻ ഫണ്ടുണ്ട്, പദ്ധതി വിഹിതം. അത് വെട്ടിച്ചുരുക്കിയതിനെതിരെയാണ് ആ സമരം CPMൻ്റെ LDFൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയത്. പിന്നീട് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അവർ കിടപ്പ് രോഗികളുണ്ട്, അതേപോലെ തന്നെ ബാങ്കിൽ പോകാൻ പറ്റാത്തവരുണ്ട്, അതേപോലെ ATM കാർഡ് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത പ്രായം ചെന്ന അച്ഛനും അമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി വീടുകളിലേക്ക് നേരിട്ട് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ആദ്യ സമയത്ത് തന്നെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ സമയത്ത് തന്നെ വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ഇടപെട്ടത്, LDF ഗവൺമെൻറ്. അത് കൃത്യതയോടുകൂടി സഹകരണ സ്ഥാപനങ്ങൾ വഴി ജീവനക്കാർ മുഖാന്തരം കൃത്യതയോടുകൂടി എല്ലാ ഗുണഭോക്താക്കളും വീട്ടിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് ഈ ഗവൺമെൻറ് നിർത്തലാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ സമരമാണ് CPMൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലാകെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ നിലയിൽ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും CPMൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഞാൻ കർഷകത്തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. അപ്പോൾ ഇന്ന് തന്നെ അതിൻ്റെ യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ക്ഷേമ പെൻഷനുകൾ എല്ലാം വീടുകളിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ആ അച്ഛനമ്മമാരുടെ കൈകളിൽ പണം എത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കൈകളിൽ പണം എത്തുമ്പോൾ ഇപ്പോൾ ഓണത്തിനൊക്കെ ആണെങ്കിലും 2-3 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കിട്ടുമ്പോൾ അതിൻ്റെ കൊച്ചുമക്കൾക്കും മക്കൾക്കും ഒക്കെ 100-200 രൂപ വെച്ചൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു മനസ്സിന് വളരെ അധികം സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം. പക്ഷേ ഇന്നിപ്പം UDF ഗവൺമെൻറ് അത് അവരുടെ അക്കൗണ്ടിലേക്ക് ഇടുക എന്ന് പറയുമ്പോൾ അവർക്ക് അക്കൗണ്ടിൽ പോയി പൈസ എടുക്കാൻ നിർവാഹമില്ല, ATM ഉപയോഗിക്കാൻ നിർവാഹമില്ല, ഗൂഗിൾ പേ ഉപയോഗിക്കാൻ നിർവാഹമില്ല. അവർ ആ പണവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. അവർക്ക് പെൻഷൻ വരുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ മേലാത്ത സാഹചര്യം വരുന്നത്. അവർക്ക് മാനസികമായിട്ട് നല്ല സന്തോഷം നൽകുന്നതായിരുന്നു കൈകളിൽ പണം എത്തുമ്പോൾ. ആ പണം അവർ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്നലെ വരെ ജോലിയെടുത്ത് പൈസ കിട്ടിക്കൊണ്ടിരുന്നത് ഇല്ലാതെ വന്ന് പെൻഷൻ കിട്ടുമ്പോഴത്തേക്ക് അത് വിനിയോഗിക്കുന്നതിലൊരു മാനസിക സന്തോഷം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് UDF ഗവൺമെൻറ് അത് ഇല്ലാതാക്കുകയാണ്. അങ്ങനെ ഓരോ പ്രവർത്തികളും UDF ഗവൺമെൻറ് ഇല്ലാതാക്കുക. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉണ്ടായിരുന്നു, അതില്ലാതാക്കി. അങ്ങനെ നിരവധിയായിട്ടുള്ള അവർ മാറ്റത്തിന് വേണ്ടി നിൽക്കുകയായിരുന്നു. പവർ കട്ട് ഇല്ലാതിരുന്നത് മാറ്റം ഉണ്ടാക്കി പവർ കട്ട് ഉണ്ടാക്കി. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ജനദ്രോഹകരമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് അവരിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രളയം വന്നപ്പോഴും ഒട്ടനവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഏകീകരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതൃത്വം കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ ആകെ കബളിപ്പിച്ച് കള്ളം മാത്രം പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള ജനങ്ങളെ ആകെ കബളിപ്പിക്കുന്ന നിലപാടുകളാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നത്. അതിനെതിരെ ശക്തമായ പോരാട്ടം കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിലാണേലും കർഷകരുടെ നേതൃത്വത്തിലാണേലും വർഗ്ഗബഹുജന സംഘടനകളെ ആകെ കൂട്ടിയിണക്കിക്കൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ സമരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് എല്ലാ കേന്ദ്രങ്ങളിലും അതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് 13-ാം തീയതി സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയതിനെതിരെ സമരം ചെയ്യുന്നത്. പിന്നെ നാളെ ഞങ്ങൾ ഈ പവർ കട്ടിനെതിരെ ദീപം തെളിയിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും ദീപം തെളിയിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ തീരുമാനിച്ച നിരവധിയായിട്ടുള്ള സമരങ്ങൾ അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഏത് അറ്റം വരെ പോയി സമരം ചെയ്യാവോ അതനുസരിച്ചുള്ള സമരമുറകൾ ഞങ്ങൾ തയ്യാറാക്കി ഇവിടെ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.